ലോകത്തെ എല്ലാ ഉപഭൂഖണ്ഡങ്ങളിലെയും എല്ലാ കൊടുമുടികളും കീഴടക്കിയ അംഗപരിമിതയായ ഇന്ത്യക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് അരുണിമ സിൻഹ. ഇന്ത്യൻ ദേശീയ വോളിബോൾ ടീം അംഗമായിരുന്ന അരുണിമ സിൻഹ പാരാമിലിറ്ററി ഫോഴ്സിൽ ജോലിയിൽ പ്രവേശിക്കാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന അവസരത്തിൽ കൊള്ളക്കാർ ആക്രമിച്ചു. ഒരു പട്ടാളക്കാരന്റെ മകളായ അരുണിമ നടത്തിയ ചെറുത്തുനിൽപ്പ് കൊള്ളക്കാരുടെ ദേഷ്യത്തിന് കാരണമാവുകയും അരുണിമയെ അവർ സഞ്ചരിക്കുന്ന തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. എതിർദിശയിൽ നിന്ന് വന്നൊരു തീവണ്ടി അവരുടെ കാലിന് മുകളിലൂടെ കയറുകയും കാലുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഒരു രാത്രി മുഴുവൻ കാലുകൾ നഷ്ടപ്പെട്ട് നിരവധി പരിക്കുകളോടെ അരുണിമ ട്രാക്കിൽ തുടർന്നു. 40 ട്രെയിനുകൾ കടന്നുപോയി. തൊട്ടടുത്ത ദിവസം രാവിലെ നാട്ടുകാർ ചേർന്ന് അരുണിമയെ ആശുപത്രിയിൽ എത്തിച്ചു. കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നെങ്കിലും അരുണിമ പിന്തിരിയാൻ തയ്യാറായില്ല. കാലുകൾ നഷ്ടപ്പെട്ട് തനിക്കിനി വോളിബോൾ കളിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞവർ തന്റെ നഷ്ടപ്പെട്ട കാലുകൾക്ക് പകരം വെപ്പുകാലുകൾ വെക്കാൻ തീരുമാനിക്കുകയും അതേ കാലുകൾ ഉപയോഗിച്ച് എവറസ്റ്റ് കീഴടക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വനിതയായ ബചേന്ദ്രി പാലിനെ ബന്ധപ്പെടുകയും തനിക്ക് എവറസ്റ്റ് കീഴടക്കാനുള്ള പരിശീലനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വീണു കിടക്കുന്ന ഈ അവസരത്തിലും പൊരുതാൻ തീരുമാനിച്ച ഈ നിമിഷം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ബചേന്ദ്രി പാൽ ആ ധീര വനിതയെ കുറിച്ച് പറഞ്ഞത്. ശേഷം നടന്നത് ചരിത്രമാണ്. ലോകത്തിലെ എല്ലാ വൻകരകളിലെയും എല്ലാ കൊടുമുടികളും കീഴടക്കി ഇന്ത്യയുടെ കൊടിനാട്ടിയ ആ ധീര വനിതയ്ക്ക് 2014 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.